ഫുഡിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇന്ന് എൻ്റെ കുക്കിംഗ് ആണ്. എന്തറിയാൻ പാടില്ല. ഗുഡ് മോർണിംഗ്. എണീക്കാൻ കുറച്ച് ലേറ്റായി, അറൗണ്ട് ഒരു 9:30 ആ സമയമായിട്ടുണ്ടാവും. ഇന്നലത്തെ അമ്മയുടെ ബർത്ത്ഡേ സർപ്രൈസ് അതൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നല്ല ലേറ്റായി. 10 മണി അല്ല, 10 മണിയല്ലല്ലോ, 2 മണിയൊക്കെ ആയി. ഇപ്പം നല്ല രീതിക്ക് ലേറ്റായി. ഇപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിങ്ങനെ ഫ്രഷപ്പൊക്കെ ആയിട്ടുണ്ട്. ഈ താഴത്തോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ മെയിൻലി പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ആയിരിക്കും. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് താഴത്തോട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കണമുണ്ട്. അപ്പോൾ കമാൺ ഗൈസ്, പോവാം. അപ്പോൾ എന്തായാലും കിച്ചണിലെത്തിയിട്ടുണ്ട്. അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിക്കുക, അതാണ് പരിപാടി. ബർത്ത്ഡേകൾ ഇവിടെ വന്നിട്ടുണ്ട്. ബർത്ത്ഡേകൾ ഇവിടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു മോളെ. ഇങ്ങോട്ടൊന്നും ഇല്ലേ? ഇതുണ്ട് ബർത്ത്ഡേയുടെ ചിലവ്. ബർത്ത്ഡേയുടെ ചിലവ് ഡയറി മിൽക്ക് കൈവള കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ. ഇനി അമ്മ അച്ഛനും ഹോസ്പിറ്റലൊക്കെ പോകും. ഇനി എൻ്റെ അണ്ടർ കൺട്രോളിലായിരിക്കും വീട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. അതൊക്കെ അമ്മ ആക്കി വെച്ചിട്ടുണ്ട്. കറിയൊക്കെ ഞാൻ ആയിക്കോളാം. ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ്. തലേ ദിവസം തന്നെ പോയിട്ട് സോയാബീനൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അവളുടെ മാസ്റ്റർ പീസ് ആണ് സോയാബീൻ. എപ്പോൾ എവിടെ നോക്കിയാണ് സോയാബീനാണ് എൻ്റെ മാസ്റ്റർ പീസ് ആയിട്ട്. എന്നിട്ട് ഇന്നെന്താ പരിപാടി? എന്താണ് വൈകുന്നേരം? എന്താ സെലിബ്രേഷൻ പരിപാടി? എന്താ പരിപാടി? ടാജിൽ വലിയൊരു ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, എൻ്റെ കിഡ്നി ഞാൻ പോയി വിൽക്കാൻ വെക്കൂല. അതൊക്കെ അമ്മ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചോളാം. സ്നോബൽ അവിടെ നല്ല ഉറക്കാട്ടോ. രാവിലെ തന്നെ നല്ല ഉറക്കത്തിലാണ് അവൻ. അവനല്ല, അവളാണ്. സോറി ഗൈസ്. എനിക്ക് ഹോം ടൂർ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്. ഇന്ന് പറ്റി ഞാൻ ഹോം ടൂർ വീഡിയോ എടുക്കാം. പിന്നെ അതൊക്കെ അച്ഛൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ട്. എല്ലാം കാണിച്ചു തരാം. എല്ലാ ടീച്ചേഴ്സും എപ്പോൾ കണ്ടാലും കഴിച്ച് അങ്ങനെ അമ്മയും അച്ഛനും ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുക്കിംഗ് പരിപാടിയിലൊക്കെ കയറണം. സോയാബീനൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പം മെല്ലെ നമുക്ക് അടുക്കളയിലോട്ട് കയറാം. ഇന്ന് എൻ്റെ കുക്കിംഗ് ആണ്. എന്തറിയാൻ പാടില്ല, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളി വന്ന് കയറും. വീഡിയോ എടുക്കുന്ന ടൈമിലാണ് കറക്റ്റായിട്ട് ഈ വെള്ളി വന്ന് കയറണമെന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം കറി വെക്കാനുള്ളതൊക്കെ ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പണ്ടുള്ള ശീലമായിട്ട് എന്തെങ്കിലുമൊക്കെ കറി വെക്കാണ്ട് ഞാനിത് കുറേ നേരം പച്ചക്കറി എന്തായാലും ഞാൻ കുതിർത്ത് വെക്കും. സവാളയിലൊക്കെ അറിയാമല്ലോ, നല്ല രീതിക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം നല്ല രീതിക്ക് കുതിരാൻ വേണ്ടി ഞാൻ ചോദിക്കും. എന്നിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അടുക്കള കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഡെഫിനറ്റ്ലി എല്ലാവരുടെ അടുക്കളയും മെസ്സപ്പായിരിക്കും. രാവിലത്തെ ബഹളം ഇതൊക്കെ. ഇനി എല്ലാം ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. മൊബൈലിൽ രാവിലത്തെ ഫുഡ് പ്ലേട്ടോ കൊടുത്ത് ചപ്പാത്തിയാണ് കൊടുത്തത്. ഇവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മളെല്ലാം കൊടുക്കും. ഇവൾക്ക് അങ്ങനെയൊന്നുമുള്ള എല്ലാം കഴിക്കും. ചിക്കൻ ഇച്ചിരി ഇഷ്ടമാണ് ഇല്ലേടി? ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. 2-3 കാക്ക പൂച്ചകളൊക്കെ ഉണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവന്മാരൊക്കെ വന്ന് ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഭയങ്കര ഷെയറിങ് മെൻറ്റാലിറ്റിയിലുള്ള. അപ്പോൾ നീ ഫുഡ് കഴിക്കും, ഞാൻ അക്കിൽ പോട്ടെ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ബീൻസ് തോരനായിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ സോയാബീനിൽ ഞാൻ ഇച്ചിരി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, സവാള, ചെറിയുള്ളി, കരിവേപ്പില, പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ്, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി നമ്മുടെ സ്പൈസസും പെരുംജീരകം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം സെറ്റായി വെച്ചതിന് ശേഷം കുക്കറിൽ 2 വിസിലടുപ്പിച്ച് വറ്റിച്ചെടുത്ത് നമ്മുടെ കറി റെഡി. ഒരു ബീഫ് മോഡൽ കറി. ഇതാണ് എൻ്റെ ഈസി വേ ഓഫ് സോയാബീൻ കറി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. കുളിക്കണം.
ഒന്ന് സെറ്റായിട്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് കടയിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റായിട്ട് വരാം. നമ്മളുടെ വീട്ടിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി പുറത്തോട്ട് പോകാൻ നോക്കുകയാണ്. അക്ഷയ കാറ്ററിംഗ് പറയുന്നത് പോകണം. അമ്മേൻ്റെ ബർത്ത്ഡേ അല്ല, അപ്പോൾ പായസം മേടിക്കണം. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ശരിയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങും ഇല്ലാത്ത കാക്കയുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, എന്തറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം. പോയി ദാ വന്നു. നേരത്തെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പായസവും കറികളൊക്കെ എല്ലാം തീർന്നു. ഇന്നെന്താ അറിയാൻ പാടില്ല, നേരത്തെ തീർന്നു. അപ്പം ഞാൻ പൈനാപ്പിൾ മധുരക്കറിയില്ലേ, പച്ചടി എന്നൊക്കെ പറയും, പിന്നെ ഒരു അടപ്രഥമനും പാലടയാണ് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇത് 3 മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തൽക്കാലം ഇതേ കിട്ടിയുള്ളൂ. പിന്നെ ബാക്കി ഉച്ചക്കത്തേക്ക് ഇറങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് പായസം ഇതേ കിട്ടിയുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. കേക്ക് പോയി ഒന്ന് ഓർഡർ ചെയ്യണം. വൈകിട്ടത്തേക്കായിരിക്കും കേക്ക് മുറിയൊക്കെ പ്ലാൻ ചെയ്തേക്കണത്. സോ മേ ബി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പോയി കേക്കൊക്കെ ഓർഡർ ചെയ്യും. ഒന്നില്ലെങ്കിൽ വിളിച്ച് ഓർഡർ ചെയ്യും. ഇവിടെ അടുത്ത് ഓമായി കേക്ക് ഉണ്ട്, അവരുടെ കേക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് കേക്ക് ഓർഡർ ചെയ്യും. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാട്ടോ. പണ്ട് എനിക്ക് പാഷൻ ഫ്രൂട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, കഴിക്കുന്നത് കൂടിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തറിയാൻ പാടില്ല, ഓരോ സമയം കഴിയുമ്പോഴത്തേക്കും ഓരോ ഇഷ്ടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി തന്നെയാണ്. ഞാൻ കഴിച്ചിട്ട് വരാം. ടി വി വെച്ചിട്ടുണ്ട്, മീനത്തിൽ തലയിട്ട്, എൻ്റെ ഫേവറേറ്റ് സിനിമ. ഈ സാധനം എത്ര കഴിച്ചിട്ടുണ്ട്. ഇത് അത് അടിപൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കഴിച്ചപ്പോൾ മധുരം കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ വൈകിട്ട് കേക്ക് മേടിക്കാൻ വന്നേക്കുന്നത് ഓമൈ കേക്ക് തിരുവാങ്കുളത്ത് ഔട്ട്ലെറ്റ് ആട്ടോ. ഇപ്പോൾ ബർത്ത്ഡേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കേക്ക് മേടിക്കാറ്. ഇവിടുത്തെ കേക്ക് അടിപൊളിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച വാനില കേക്ക് ഇല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ സ്നിക്കേഴ്സിൻ്റെ കേക്കാണ് മേടിച്ചത്. ബട്ട് ഇത് അമ്മക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാഫ് kg 500 റുപ്പീസായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡെക്കറും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചത് കുക്കരകോന്നായിട്ട് മേടിച്ച് നമ്മളുടെ ഇവിടെ അടുത്ത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫുഡ് മന്തി ആട്ടോ മേടിച്ചത്, അൽഫാം മന്തി മേടിച്ചത്. എല്ലാവർക്കും ഇത് തന്നെ ആട്ടോ മേടിച്ചത്. ഫുഡിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ പരിപാടി? കൊള്ളൂലായിരുന്നു, പക്ഷേ ഇപ്പോഴും കുണ്ടറത് വരുന്നത് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിണ്ടറത് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡ്. ബർത്ത്ഡേ സർപ്രൈസ് കം സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അൺഎക്സ്പെക്റ്റഡ്. അങ്ങനെ സെലിബ്രേഷനൊന്നും വേണ്ടാന്ന് വിചാരിച്ച വർഷമായിരുന്നു. പക്ഷെ എല്ലാ വർഷത്തെയും ഉപരിയായിട്ട് ഈ വർഷം എൻ്റെ മക്കളും മരുമോനെ പറയില്ല, മോൻ തന്നെ, എല്ലാം കൂടെ എനിക്കൊരു വലിയ സർപ്രൈസ് വന്നു. ഒരുപാട് സന്തോഷം.